നമസ്കാരം. ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളം ഞെട്ടലോടെ വീക്ഷിച്ച സോളാർ തട്ടിപ്പിന്റെ അനുരണനങ്ങൾ പുതിയ തലത്തിലേക്ക്. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് ന്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം മാധ്യമപ്രവർത്തകൻ ജോൺ ബി തോമസ്, ഒപ്പം തന്നെ CPM നേതാവ് പി ശ്രീരാമകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് ഡി സുഗതൻ, ബാലകൃഷ്ണപിള്ളയും ഒപ്പം തന്നെ PC ജോർജും ടെലിഫോണിൽ പ്രതികരിക്കും. ആദ്യം ജോൺ തോമസിലേക്ക്. ശ്രീ ജോൺ തോമസ്, 2 വർഷം ഒരുപക്ഷെ നമ്മൾ ഇതിൻ്റെ സോളാർ കേസിൻ്റെ ചർച്ചകൾ 2 വർഷത്തോളം ആയിരിക്കുന്നു, ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു കേരള സമൂഹം. പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഒരുപക്ഷെ ഈ തട്ടിപ്പ് സംബന്ധിച്ച് ഇതുവരെ കേട്ടറിഞ്ഞ കമ്മീഷനിലേക്കടക്കം അതിൻ്റെ തെളിവെടുപ്പുകൾ പുരോഗമിക്കുന്നു. നിയമതലത്തിൽ അതിൻ്റെ പോരാട്ടങ്ങൾ തുടരുന്ന ഘട്ടത്തിൽ പോലും യാഥാർത്ഥ്യങ്ങൾ ഒരുപക്ഷെ ഇതൊന്നുമല്ല നമ്മൾ അറിഞ്ഞത്. അതിൻ്റെ പുതിയ തലത്തിലേക്ക് ഒരുപക്ഷെ ഫെനി ബാലകൃഷ്ണൻ്റെ വെളിപ്പെടുത്തൽ വരുന്നു. സരിത ഇന്ന് അക്കമിട്ട കാര്യങ്ങളെ ഒരു പരിധിവരെയെങ്കിലും തുറന്നു പറയുന്നു, മന്ത്രിമാരടക്കം. ഇതിൻ്റെ കേന്ദ്രബിന്ദു മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ തലങ്ങൾ വ്യാപിക്കുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം ഒരുപക്ഷെ മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണോ ഇന്നത്തെ സാഹചര്യത്തിൽ എത്തപ്പെടുന്നത്? കാരണം താങ്കളടക്കം ഒട്ടേറെ എഴുതുകയും ഒരുപക്ഷെ അതിലടക്കം വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുകയും ചെയ്ത വ്യക്തിയായതുകൊണ്ടുകൂടി. സോളാർ കേസിലെ പ്രതി സരിത എസ് നായരുടെ അഭിഭാഷകനായ ഫെനി ബാലകൃഷ്ണനാണ് ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് നടത്തിയിട്ടുള്ളത്. ഈ വെളിപ്പെടുത്തലുകളുടെ പ്രധാന കുന്തമുന മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് തിരിഞ്ഞിട്ടുള്ളത്. ഈ വെളിപ്പെടുത്തലിൻ്റെ സന്ദർഭം കൂടി വളരെ പ്രധാനമാണ്. എന്നെ സംബന്ധിച്ചോളം തിരുവനന്തപുരത്തെ അരുവിക്കര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന് കേവലം ഇനി ഒരാഴ്ച മാത്രം നിലനിൽക്കുന്ന ഒരു സമയത്താണ് സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വിഷയങ്ങളെല്ലാം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. സരിത നായർ ഇന്നലത്തെ കോടതി വിധിക്ക് ശേഷം പുറത്തു വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എന്നെ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് തകർക്കാമെന്ന് ആരും കരുതേണ്ട, പക്ഷേ എനിക്ക് ചില വെളിപ്പെടുത്തലുകൾ ഉണ്ട്, അത് ഞാൻ ഉടൻ തന്നെ നടത്തും എന്ന് ഇന്നലെ തന്നെ സരിത നായർ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ അവരുടെ അഭിഭാഷകനായ ഫെനിയുടെ വെളിപ്പെടുത്തലുകളും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളൂ. ഈ വന്നിരിക്കുന്നതിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമായും ഉന്നം വെച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ്. മറ്റു മന്ത്രിമാരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. KPCC മുൻ MLA കൂടിയായ KPCC ഭാരവാഹിയുടെ പേരും പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ഇതെല്ലാം നിഷേധിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, നേരത്തെ തന്നെ മാധ്യമങ്ങൾ പലപ്പോഴും ഈ പണത്തിൻ്റെ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിന് ലഭിക്കുന്ന പണത്തിൻ്റെ ഉറവിടം അന്വേഷിക്കണം, അത് എവിടെയാണ്, ചില സൂചനകൾ അന്ന് തന്നെ നൽകിയിരുന്നു. ആ സൂചനകൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളാണ് ഫെനിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ സമയം ചോദിക്കാൻ കാര്യം ഒരുപക്ഷെ സരിത എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കാരണം കോടതിയുടെ ആദ്യ വിധിയാണ് കഴിഞ്ഞ ദിവസം വന്നത്. ഇനി തൻ്റെ കൈകൾ അല്ലെങ്കിൽ സുരക്ഷിതമല്ല എന്നും ഒരു ബോധ്യം സരിതയ്ക്കുണ്ട്. താൻ തന്നെ അല്ലെങ്കിൽ കുരിശിലേറ്റാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ സരിത കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തും. 2 രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഞാൻ വ്യക്തിപരമായ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണെന്ന് കരുതേണ്ട. ഒരുപക്ഷെ താൻ എന്തായാലും ശിക്ഷിക്കപ്പെടുകയാണ്, യാഥാർത്ഥ്യം പുറത്തു വരട്ടെ എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണാം, സരിതയ്ക്ക് തോന്നിക്കാണാം. അതല്ലെങ്കിൽ ഇന്നലത്തെ പത്തനംതിട്ട കോടതിയുടെ വിധി പ്രകാരം ഏകദേശം 45 ലക്ഷത്തോളം രൂപ സരിത നൽകേണ്ടി വരികയാണ് ശിക്ഷയായിട്ട്. ആ ശിക്ഷയ്ക്ക് ഇപ്പം ഈ വിവാദം നമ്മൾ യഥാർത്ഥത്തിൽ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പണം കായ്ക്കുന്ന മരമാണ് ഈ വിവാദം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനിയും ഈ കേസ് ഒത്തുതീർപ്പാക്കാം, അല്ല വരാൻ പോകുന്ന കേസുകളുടെ ഭാവി എന്താണെന്നുള്ളതിൻ്റെ ഒരു സൂചകം കൂടിയാണ് പത്തനംതിട്ട കേസിലുണ്ടായിരിക്കുന്ന വിധി എന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അത് എങ്ങനെ ആയാൽ പോലും. പക്ഷേ അന്നേരവും ഈ വരുന്ന ശിക്ഷിക്കപ്പെടുന്ന തുക അല്ലെങ്കിൽ തിരിച്ചടയ്ക്കപ്പെടേണ്ട തുക ലഭിക്കാനുള്ള ഒരു മാർഗം വഴി തുറന്നിരിക്കുകയാണോ എന്ന് പോലും സംശയിക്കപ്പെടാം. അവിടെ സ്വാഭാവികമായും ഇത്തരം ഡീലിങ്ങുകൾ തമ്പാനൂർ ബെന്നി ബെഹനാൻ രണ്ടുപേരുടെ അല്ലെങ്കിൽ ഉത്തരമേഖലയിലെ കാര്യങ്ങളടക്കം അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ ഡീലിങ്ങിന് തമ്പാനൂർ ഉപയോഗിക്കുന്നു. അവിടേക്ക് ബെന്നി ബെഹനാൻ്റെ കാര്യം ചിത്രത്തിൽ പുതിയ ഒരു പേരല്ല. ഈ സാഹചര്യമൊക്കെ നോക്കുമ്പോൾ യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ വിമർശിച്ചവർക്ക് പോലും ഇതിന്റെ സത്യാവസ്ഥകൾ പരിശോധിക്കണമെന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അതിലേക്ക് താങ്കൾ ശ്രീരാമകൃഷ്ണൻ, ഉണ്ടയില്ലാ വെടിയാണ്. അരുവിക്കര തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഉണ്ടയില്ലാ വെടികൾ മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെന്ന് രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ പ്രതികരണം നടത്തുന്നു. മുഖ്യമന്ത്രി പക്ഷേ കാര്യങ്ങൾ അറിഞ്ഞ പതിവ് ശൈലി തന്നെ തുടരുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ പുതിയ തലങ്ങൾ വരുന്നു. പ്രതിപക്ഷം പോലും കാണാതെ പോയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പുതിയ വസ്തുതകളായി വരുമ്പോൾ
അല്ല, ഒന്ന് ഉണ്ടയില്ല വെടിയാണ് ഞങ്ങളുടേതെന്ന് പറയുന്നതിനൊരു യുക്തിയില്ല. കാരണം പ്രതിപക്ഷ നേതാവായിട്ട് ഫെനി ബാലകൃഷ്ണൻ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടില്ല. ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണമല്ല ഉണ്ടായത്. ഈ കേസിൽ നമ്മൾ തുടക്കം മുതലേ കാണേണ്ട ഒരു കാര്യം, ആരോപണങ്ങളായി ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം അധികം താമസിയാതെ വസ്തുതകളും വാസ്തവങ്ങളുമായി പുറത്ത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഒരു ഇഞ്ച് പോലും, ഒരു ചെറിയ കുറ്റബോധത്തിൻ്റെ എന്തെങ്കിലും അധാർമികമായി ചെയ്തതിൻ്റെ ഒരു ഇഞ്ച് പോലും ഒരു അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല ഒരു ഘട്ടത്തിലും, അസംബ്ലിക്കകത്തും പുറത്തും. പക്ഷേ അതെല്ലാം തെളിഞ്ഞു വരികയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം അദ്ദേഹം ശക്തമായി ഡിഫെൻഡ് ചെയ്തു. പക്ഷേ പിന്നീട് അത് പച്ചയ്ക്ക് തെളിഞ്ഞപ്പോൾ അവരെ പുറത്താക്കേണ്ടി വന്നു. സെലീൻ രാജിൻ്റെ ആ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു. അത് പക്ഷേ പിന്നീട് നടപടിയെടുത്ത് CBI ഇപ്പോൾ കേസ് കുറ്റപത്രം കൊടുത്തു. ഇവിടെ ഉയർന്നു വരുന്നൊരു കാര്യം, ഈ പറയുന്ന പണത്തെ സംബന്ധിച്ച്, സോഴ്സിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഹൈക്കോടതി ഒരു കമൻറ്റ് ചെയ്തു. ആരാണ് ഈ 36 കേസുകളും നടത്തുമ്പോൾ അത് ഒത്തുതീർക്കാൻ ആവശ്യമായ പണം കൊടുക്കുന്നത്? നിങ്ങൾ അന്വേഷിച്ചോ എന്ന് ചോദിച്ചു. ഒരക്ഷരം ഈ ഗവൺമെൻറ്റിനോ മുഖ്യമന്ത്രിക്കോ പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇത് തേച്ചുമാച്ച് കളയാൻ ആവശ്യമായ എല്ലാ നീക്കങ്ങളും ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. ആദ്യ പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടായ 3 കേസുകൾ ഒരുപക്ഷെ ഒത്തുതീർപ്പാക്കി. ഇനിയുള്ള 39 കേസുകളാണ്. അതിൻ്റെ ഭാവി സംബന്ധിച്ചൊക്കെ തന്നെ ഇപ്പോഴത്തെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു ഡീലിംഗ് പ്രകടമായിരുന്നു. അല്ല, ഡീലിംഗ് ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഇപ്പോൾ കേട്ട 2 പേരാണ്. നേരത്തെ നമ്മൾ കേട്ടത് ഏതാ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, വളരെ കൊളോക്കിയൽ ലാംഗ്വേജിൽ ഒരാൾ വിളിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കുക. അതെ, നിങ്ങൾക്ക് അങ്ങനെ വിളിച്ച് ചോദിക്കാൻ പറ്റും? അദ്ദേഹം എന്താണ് ആരാണ് അത് ചോദിക്കുന്ന ആൾ? ഈ സോളാർ തട്ടിപ്പ് കേസിലെ 3-ാം പ്രതി മണിലാലിൻ്റെ സഹോദരനാണ്. അപ്പോൾ ഞാൻ മാധവൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. പിന്നെ മാധവനുമായി സംസാരത്തിൻ്റെ ഡീറ്റെയിൽസ് വരികയാണ്. ഇത്ര ലക്ഷം രൂപ വേണ്ടി വരും നിങ്ങൾക്ക് എന്ന് അങ്ങോട്ട് ചോദിക്കുന്നു, ഇത്ര ലക്ഷം കൊടുക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിലെല്ലാം മാനിപ്പുലേഷൻസ് നടത്താൻ ആവശ്യമായ സ്വന്തം വിശ്വസ്തരായ അനുയായികളെ വിന്യസിക്കുകയും അവർക്ക് ആവശ്യമായ അത്രയും തുക എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഗൂഢാലോചനയ്ക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തത് എന്നത്. താങ്കളിലേക്ക് എത്താം. ശ്രീ സുഗതൻ, ഇവിടെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഫെനിയുടെ പ്രതികരണങ്ങൾ, അത് ഏതർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞതുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതിനെയൊക്കെ തന്നെ അതിലൊന്നും തന്നെ അസ്വാഭാവികതകൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുമോ? നിയമതലത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നു, ഒട്ടേറെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാജശേഖരന്റെ പ്രതികരണങ്ങൾ വരുന്നു, അവിടെയൊക്കെ തന്നെ ഉണ്ടാവുന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ. പക്ഷേ ഇന്ന് അദ്ദേഹം കാര്യമായി പ്രതികരിച്ചിട്ടില്ല. ബെന്നി ബെഹനാന്റെയും അല്ലെങ്കിൽ തമ്പാനു രവി പോലും പ്രതികരണങ്ങൾ ആരാഞ്ഞപ്പോൾ അവരൊക്കെ തന്നെ മൗനം പാലിക്കുന്നു. ഒരു വെട്ടിലകപ്പെട്ട സ്ഥിതിയാണ്. ശരിക്കും അരുവിക്കര, അതിന്റെ പശ്ചാത്തലമൊക്കെ അറിയാമല്ലോ. ഇതൊരു കേവലം ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്ന് പറഞ്ഞ് എത്രത്തോളം തള്ളിക്കളയാൻ കഴിയും? സോളാറിന്റെ ആ ഒരു വേട്ടയാടൽ അല്ലെങ്കിൽ അതിന്റെ അനുരണനങ്ങൾ ഇപ്പോഴും അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രി ശരിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ തനത് ശൈലിയിൽ കാര്യങ്ങളെ തള്ളിക്കളയാൻ അത്രത്തോളം കഴിയുമോ സുഗതൻ? ഈ സോളാർ കേസ് തന്നെ തട്ടിപ്പെന്ന് പറയുന്നത് പുറത്തു കൊണ്ടുവന്നത് കൈരളി പീപ്പിളാണ്. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ വ്യാപകമായ അന്വേഷണമുണ്ടായി, നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആദ്യത്തെ കേസ് ശിക്ഷിക്കപ്പെട്ടു. ആ കേസ് ശിക്ഷിച്ചതിന് ശേഷമാണ് ഈ ഇപ്പോൾ പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേസ് ശിക്ഷിച്ചത്. നിയമത്തിൻ്റെ വഴിക്ക് പോവുകയാണ്. പിന്നെ ഫെനി ബാലകൃഷ്ണൻ, അദ്ദേഹം ഇപ്പോൾ സരിത എസ് നായരുടെ വക്കീലല്ല അല്ലെന്ന് തോന്നുന്നു. യെസ്, ഈ 3 മാസത്തോളം വെയിറ്റ് ചെയ്ത ശേഷമാണ് കഴിഞ്ഞ ദിവസത്തെ വിധിക്ക് അല്ലെങ്കിൽ പരാതിക്കാരൻ്റെ കേസ് പരിഗണിക്കാൻ പോലും ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതി പോലും പരിഗണിക്കാൻ തയ്യാറായത്. അതിൻ്റെയൊക്കെ സാഹചര്യം എത്രത്തോളം അതിലേക്ക് കേസെടുക്കുന്നത്? ക്രൈംബ്രാഞ്ച് പൂഴ്ത്തിയ കേസാണ് ആ തുടക്കത്തിൽ. ഇതൊക്കെ മറന്ന് ഒരു വിധി വരുമ്പോൾ എത്രത്തോളം ആത്മാർത്ഥയോടുകൂടി അതിന്റെ ബെനിഫിറ്റ് അവകാശപ്പെടാൻ കഴിയും സുഗതൻ? ഈ കേസ് പ്രോസിക്യൂട്ട് ചെയ്ത് കേരള ഗവൺമെൻറ്റാണ്. പബ്ലിക് പ്രോസിക്യൂട്ടറാണ് കേസ് നടത്തിയത്. യാതൊരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ശിക്ഷിച്ചത്. കൃത്രിമ രേഖ ഉണ്ടാക്കിയതിനും ചീറ്റിംഗ് നടത്തിയതിനുമാണ് ശിക്ഷ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റാണ് ആദ്യം ഇക്കാര്യത്തിൽ, ഗവൺമെൻറ്റാണ് കേസ് നടത്തിയത്, പ്രോസിക്യൂട്ടറാണ് കേസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ വിധിക്ക് ശേഷം പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന എന്താ അർത്ഥമുള്ള ഒരു അർത്ഥവും ഇല്ല അതിനകത്ത്. ഇതിനെ ഉപയോഗിക്കാൻ കഴിയുമോ? കാരണം മുഖ്യമന്ത്രി അവകാശപ്പെട്ടത് ഗവൺമെന്റിനുള്ള അംഗീകാരമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വിധി. അതിനപ്പുറത്തേക്ക് കത്ത് പോലും തനിക്കെതിരെ ഉപയോഗിച്ച കത്ത് പോലും വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഗവൺമെന്റിനുള്ള അംഗീകാരമായിട്ട് എങ്ങനെ കാണാൻ പറ്റും? കാരണം കേസ് ഡയറിയിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തി അതിൻ്റെ തുടർച്ചയുണ്ടായോ? ഇതിന് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ കേസ് ഡയറിയിലുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ പിന്തുടർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ കേസ് ഡയറിയിൽ ഉണ്ടല്ലോ.
ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് അന്വേഷണം തുടരാൻ സാധിച്ചില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം പോർട്ട്ഫോളിയോ വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്വേഷണം നടത്തിയാൽ എവിടെ എത്തും എന്നുള്ളതിൻ്റെ ആശങ്ക ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞത്. കാരണം അതുവരെ അതിലേക്ക് അപ്പുറം പോകാൻ പാടില്ല. ഈ 2 വ്യക്തികളിലേക്ക് എത്തിച്ചു, കുറ്റപത്രം അവിടെ കൊണ്ട് എത്തിച്ചു, കുറ്റത്തിൻ്റെ എല്ലാ ഈ പറയുന്ന 2 പേര് ഇതെല്ലാം കൊണ്ടുവന്നത് അവരുടെ വ്യക്തിപരമായ സ്വാധീനത്തിൻ്റെ ബലത്തിലല്ലല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെയും ഓഫീസിലെ സ്റ്റാഫിൻ്റെയും രാഷ്ട്രീയമായ അധികാരത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണല്ലോ. അതുകൊണ്ടാണല്ലോ അവരൊക്കെ എന്തിനാണ് ജോപ്പനെ പിരിച്ചുവിട്ടത്, എന്തിനാണ് ജോപ്പനെ അറസ്റ്റ് ചെയ്തത്, എന്തായിരുന്നു സലീം രാജിൻ്റെ കുഴപ്പം? അപ്പോൾ അവരെല്ലാം വ്യക്തികൾ എന്നുള്ളതിലേക്ക് ആരാണ്? ഒരു സീറോ മാത്രമല്ലേ. അവർ ഉപയോഗിച്ചിരുന്ന സ്ഥാനം മുഖ്യമന്ത്രിയുടെ ഓഫീസാണല്ലോ. അപ്പോൾ ആ ഓഫീസിലേക്ക് അന്വേഷിച്ചെത്താനും അന്വേഷണത്തിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എത്തിപ്പെടാനും ആവശ്യമായ വിവരങ്ങൾ കേസ് ഡയറിയിൽ ഉണ്ടായിട്ട് പോലും ആ അന്വേഷണത്തിലേക്ക് പോകാതെ അത് ക്ലോസ് ചെയ്ത് രക്ഷിച്ചു എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ കാരണം അതാണ് ഞങ്ങൾ പറഞ്ഞത്. അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തിയാൽ ഇതാണ് സംഭവിക്കുക. അതുകൊണ്ട് പ്രതിപക്ഷം എന്താണോ പറഞ്ഞത് അത് ശരിയാണെന്ന് തെളിയാണ് ഈ കേസിൻ്റെ കാര്യത്തിലുണ്ടായത്. യെസ്, താങ്കളിലേക്ക് എത്താം. ശ്രീ ജോൺ, താങ്കളോടാണ്. കാരണം ഇതിൻ്റെ 2 അർത്ഥത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. ഒരുപക്ഷെ ഹിയർസേ മാത്രമാണെന്ന് ബാർക്കോഴ കേസിൽ തള്ളിക്കളയാൻ കാര്യങ്ങളെ പറ്റും. പക്ഷേ അതേ ഒരു ശരീരഭാഷയോട് കൂടി ഇതിനെ തള്ളിക്കളയാൻ കഴിയുമോ എന്നാണ് ചോദ്യം. ശ്രീ ജോൺ, ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ മറുപടി, കാരണം അത് പുതിയ തലങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള എത്രത്തോളം ഇതിനെ നേരത്തെ ബാർക്കോഴയിൽ കണ്ട അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇതിനെ തള്ളിക്കളയാവുന്ന കാര്യമാണോ? ഇതൊന്ന് രാഷ്ട്രീയ തലത്തിൽ പോലും ഒരുപക്ഷെ ഐ ഗ്രൂപ്പിൻ്റെ ഉണ്ട്, എ ഗ്രൂപ്പ് 2 തലത്തിലടക്കം നമ്മൾ ചിന്തിച്ചാൽ. ഞാൻ നേരത്തെ തന്നെ എൻ്റെ സൂചന പറഞ്ഞിരുന്നു. തൽക്കാലത്തേക്ക് ഈ വിഷയം ഒറ്റക്കെട്ടായി നേരിടുന്നതിന് കോൺഗ്രസിലെ വിഭാഗങ്ങളും അല്ലെങ്കിൽ UDF-ഉം അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയെങ്കിലും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നു, രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് ഇത് വെറും പടക്കം മാത്രം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും UDF-ലോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലോ ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കാരണം ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച ഒരാൾ ഇപ്പോൾ UDF-ലുണ്ട്. പ്രത്യേകിച്ചും RSPയുടെ പ്രേമേന്ദ്രനെ തന്നെയാണ് ഞാൻ ഉന്നയിച്ചത്. ഈ ചാനലിൽ ഉൾപ്പെടെ വന്നിരുന്നത് UDF-നെതിരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന്, അപ്പുറത്തേക്കാണോ ഇപ്പുറത്തേക്കാണോ എന്താണെന്നൊരു സൂചന നൽകാതെ നിൽക്കുന്ന വീരേന്ദ്രകുമാർ നയിക്കുന്ന ജനതാദൾ U, ഈ കക്ഷികളൊക്കെ ഈ അവസരത്തിൽ എന്ത് നിലപാട് ഇനി വരാൻ പോകുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, തൽക്കാലത്തേക്ക് അവരൊക്കെ ഒന്നിച്ച് നിൽക്കുമെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് എങ്ങനെയായിരിക്കും അവരൊക്കെ പ്രതികരിക്കുക എന്നത് പ്രധാനമായിരിക്കും. 1. 2, കോൺഗ്രസ്സിൽ ഏത് വിഷയത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സെൻസിറ്റീവ് വിഷയത്തിൽ എത്രയും വേഗം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ എത്രയും വേഗം പ്രതികരിക്കേണ്ട ഒരു ചുമതലയാണ് KPCC നേതൃത്വത്തിനുള്ളത്. പക്ഷേ ഇതുവരെയും KPCC ഇക്കാര്യത്തിൽ, ഞാനത് വ്യക്തമായി പറയുന്നു, ശ്രീ VM സുധീരൻ KPCC പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു സൂചന പാർട്ടി ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഈ വിഷയത്തെ, പക്ഷേ എന്തായാലും സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ അവിടെ ആ ഒരു ചോദ്യത്തിൽ, കാരണം അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ എന്തായാലും മാധ്യമങ്ങളടക്കം വലിയ ചർച്ച നടത്തുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ ഒരു ഗുണഫലം LDF-ന് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ വിമർശന ദിശയിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ LDF-ന്റെ അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ 2 വർഷത്തെ സോളാർ കേസിനുള്ള സമീപനങ്ങൾ ഒക്കെ നിങ്ങൾ വിമർശന വിധേയമാക്കിയ പശ്ചാത്തലം പരിശോധിച്ചാൽ എത്രത്തോളം കാര്യങ്ങൾ അവിടെ അരുവിക്കരയിൽ LDF-നെ സംബന്ധിച്ചുള്ള അവർക്ക് ഗുണകരമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കഴിയും? തീർച്ചയായിട്ടും ഈ സോളാർ വിഷയമായാലും ബാർ വിഷയമാണെങ്കിലും അത് സ്വാഭാവികമായും ആത്യന്തികമായി ബാധിക്കുന്നത് UDF-നെ തന്നെയാണ്. LDF-ന്റെ പ്രചരണം സർക്കാർ ഒരു അഴിമതി സർക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് ആണ് LDF-ന്റെ ശ്രമം. പക്ഷേ UDF അവിടെ ഒരു വികസന നയമാണ് ഞങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയാണ് ഈ സർക്കാരിൻ്റെ പോക്ക്, അല്ലെങ്കിൽ G. കാർത്തികേയൻ്റെ മരണം സൃഷ്ടിച്ച അനുതാപം ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള വാദങ്ങളാണ് സർക്കാർ ഉയർത്തുന്നത്. അവിടെ എന്തായാലും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അഴിമതിയാണ്. അഴിമതി തന്നെയാണ് വിഷയം, അവരുടെ ചർച്ചാ വിഷയം. അവിടെ ശ്രീരാമകൃഷ്ണൻ, ഇവിടെ കമ്മീഷന്റെ മുൻപാകെ കേസ് ഒരു തലത്തിൽ മുന്നോട്ട് പോകുന്നു, ഈ പുതിയ ആരോപണങ്ങൾ വരുന്നു. അതാണ് ഞാൻ നേരത്തെ ഫെനി പോലും പറയുന്ന ആ ഒളിക്യാമറയിൽ. കാരണം കേരളം കേട്ടതൊന്നുമല്ല യാഥാർത്ഥ്യം. വലിയ മന്ത്രിമാർ അല്ലെങ്കിൽ MLA-മാരടക്കം ഇപ്പോഴും മാറി നിൽക്കുന്ന സരിതയും പറഞ്ഞ സാഹചര്യത്തിൽ ഇനിയും മറ്റൊരു അന്വേഷണത്തിൻ്റെ സാഹചര്യമാണോ തെളിഞ്ഞു വരുന്നത്? പ്രതിപക്ഷം ഈ ഒരു വിഷയത്തിൽ പുതിയ ഡെവലപ്മെൻറ്റ്സിനെ ഏത് തലത്തിലേക്ക് പോവാനാണ് അല്ലെങ്കിൽ നോക്കിക്കാണുന്നത്? അല്ല, പ്രതിപക്ഷം ആദ്യം മുതലേ ഉന്നയിച്ച ഒരു ആക്ഷേപം ഇതിൻ്റെ പിറകിലുള്ള ക്രിമിനൽ ഗൂഢാലോചനയെ പുറത്തു കൊണ്ടുവരുന്ന നിലയിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്നാണ്. ഇതൊരു സാമ്പത്തിക കുറ്റകൃത്യം മാത്രമായി ഒതുക്കുകയാണ് UDF ഗവൺമെൻറ് ചെയ്തത്.
അതുകൊണ്ടാണ് സാമ്പത്തിക കുറ്റകൃത്യത്തിനുള്ള ചാർജ് മാത്രം വെച്ചുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോയി. അത് വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യാവുന്ന കാര്യമാണ്. അത് ഒത്തുതീർന്നാൽ തീരും, പണം കൊടുത്താൽ ചിലപ്പോൾ തീർക്കാൻ പറ്റും. ഇതിൻ്റെ പിന്നിലുള്ള ക്രിമിനൽ കോൺസ്പിറസി അന്വേഷിച്ചിട്ടില്ല. ആ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു തെളിവാണിത്. പിന്നെ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കോൺസ്പിറസി എത്രത്തോളമുണ്ട്, ആരെല്ലാം സംരക്ഷിച്ചു എന്നുള്ളത് കേരളത്തിലെ UDF രാഷ്ട്രീയത്തിൻ്റെ അടിവേരറുക്കുന്നതിന് തുല്യമായ അത്രയും വിവരങ്ങൾ ഇപ്പോൾ വന്ന് കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. അവിടെ അത്രയും തെളിവുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കോടതി തന്നെ കേരളത്തിലെ KPCC പ്രസിഡന്റിനോട് ചോദിച്ചു, നിങ്ങൾ വലിയ ഇത് പറയുന്ന ആളാണല്ലോ, നിങ്ങൾക്ക് എന്താ ഇവിടെ വരാൻ മടിയെന്ന്. അദ്ദേഹത്തെ പിടിച്ച് കുലുക്കുകയാണ് ഇത്. ആ കുലുക്കൽ ഭയപ്പെട്ടിട്ട് അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ കിട്ടിയ കാര്യങ്ങൾ റിപ്പോർട്ടായി പുറത്തു വന്നാൽ UDF രാഷ്ട്രീയത്തിൽ കുളം കലങ്ങുന്ന പോലെ കലങ്ങുമെന്ന കാര്യത്തിൽ സംശയം. ശ്രീ സുഗതൻ, അങ്ങനെ ഒരു വ്യാമോഹം പ്രതിപക്ഷം വെച്ച് പുലർത്തുന്നെങ്കിൽ അതിനെ കച്ചമുറുക്കി അല്ലെ ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ, നേരിടുക, അതാണോ പദ്ധതി? അതോ ഉമ്മൻചാണ്ടി മനസ്സാലെങ്കിലും വിയർക്കുന്നുണ്ടോ കാര്യങ്ങൾ? ശ്രീരാമകൃഷ്ണൻ എഴുതാപ്പുറം വായിക്കുകയാണ്. സോളാർ കേസിൽ കിട്ടിയ പരാതിക്കെല്ലാം കേസെടുത്തിട്ടുണ്ട്. കേരള പോലീസ് വളരെ സമർത്ഥമായി ചാർജ് ചെയ്തിട്ടുണ്ട്. യാതൊരു ലൂപ്പ് ഹോളുമില്ല ചാർജ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കേസ് ശിക്ഷിച്ചു, ഇനി 26 കേസ് ശിക്ഷിക്കാൻ പോകുന്നു. അതിന് ഇത് ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? നമ്മൾ ആർക്ക് വേണ്ടി സംസാരിക്കുന്നത്? കേസെടുത്തു കഴിഞ്ഞ് ശിക്ഷ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെൻറ് എന്താ കാര്യത്തിൽ? വ്യക്തികളാണ് പരാതിക്കാർ, തട്ടിപ്പ് നടത്തുന്ന വ്യക്തികളാണ്. ഗവൺമെൻറ് ഒരു കാര്യമില്ല കാര്യത്തിൽ. വെറുതെ ആവശ്യമില്ലാതെ ഗവൺമെൻറ് ബന്ധപ്പെടുത്താൻ ശ്രമം നടക്കുകയാണ് ഈ അരുവിക്കര ഇലക്ഷൻ്റെ പേരിലൊക്കെ. ഇനി എന്തെങ്കിലും പറയാനുള്ളവർക്ക് സോളാർ കമ്മീഷനിൽ പറയാം. സോളാർ കമ്മീഷൻ ഹിയറിംഗ് നടക്കുന്നു, അവിടെ പറയാം. അവിടെയൊന്നും പറയാത്ത കാര്യങ്ങൾ തെരുവിൽ പറയുകയാണ്. ഫെനി ബാലകൃഷ്ണൻ വക്കീൽ പറഞ്ഞു എന്നാണ് ഇന്നത്തെ കേസ്. അദ്ദേഹം ഈ ഫെനി ബാലകൃഷ്ണൻ വക്കീല് പ്രൊഫഷണൽ മിസ്കോണ്ടക്റ്റിന് ബാർ കൗൺസിൽ അന്വേഷണം നേരിടുന്ന ഒരാളാണ്. അതൊക്കെ അസ്വാഭാവികത ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ ശ്രീരാമകൃഷ്ണൻ? ഒരു ഉദാഹരണം സുഗതൻ പറയുന്നിടത്താണ് ഇതിന്റെ കുഴപ്പം. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന് വേണ്ടി ആയതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം. അദ്ദേഹം പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമാണ്. ഇവിടെ രണ്ട് വ്യക്തികൾ കൂടിയിട്ട് കുറച്ച് ആളുകളെ പറ്റിച്ചു. അങ്ങനെ ഒരു സാധാരണ ഏർപ്പാടാണ്. വ്യക്തികൾ പറ്റിക്കാൻ ഉപയോഗിച്ച സ്ഥലം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നുള്ളതാണ്. ഞങ്ങളല്ലല്ലോ, ശ്രീധരൻ നായർ CPM ചേർന്നിട്ടില്ലല്ലോ, ശ്രീ സുഗതന്റെ പാർട്ടിയിലാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, എന്നെ കൊണ്ടുപോയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, നിങ്ങൾ കുറച്ചുകൂടി സഹായിക്കണം, നിങ്ങളെപ്പോലെ പണമുള്ളവർക്ക് ധാരാളം മുടക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൊടുത്തത് പറയുന്നത്. അതായത് ഈ തട്ടിപ്പിനെല്ലാം കേന്ദ്രീകരിച്ചിരുന്ന അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു എന്നുള്ളതാണ് ആരോപണം. അതിന്റെ തലങ്ങളാണ് വീണ്ടും വരുന്നത്. അവസാനമായി ശ്രീ ജോൺ, എന്തായാലും കാണാൻ പോകുന്ന പൂരം ഒരുപക്ഷെ അരുവിക്കര, അവിടെ വരെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ അതാണ്. തീർച്ചയായിട്ടും അത് ബാർ കേസിന്റെ ആയാലും ഒരുപക്ഷെ സോളാർ ഒക്കെ ആയാലും ഇപ്പോഴത്തെ വിഷയങ്ങളുടെ എല്ലാം ഒരു വിലയിരുത്തൽ നടക്കുന്ന ഒരു കേന്ദ്രം അരുവിക്കര തന്നെയാണ്. ഈ വിഷയം വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെക്കാൻ തുടങ്ങിയതാണ്. ഈ വിഷയം വന്നപ്പോൾ അത് പ്രതിപക്ഷത്തിന് വിട്ടുകൊടുത്തിട്ട് നിൽക്കാനല്ല മുഖ്യമന്ത്രി ശ്രമിച്ചത്. നമ്മൾ നോക്കിയാൽ മതി. അദ്ദേഹം പറയുന്നത് നിഷ്പക്ഷമായ അന്വേഷണം നടന്നു, നീതിപൂർവമായ അന്വേഷണമാണ് നടന്നത് എന്ന് ആദ്യത്തെ പ്രതിരോധം. രണ്ടാമത്, എൻ്റെ ഓഫീസിൻ്റെ പേരിൽ ഒരു വ്യാജ രേഖ ഉപയോഗിച്ചു. ആ വ്യാജരേഖ ഉപയോഗിച്ചത് പുറത്തു വന്നിട്ടും കോടതി അംഗീകരിച്ചിട്ടും മാധ്യമങ്ങൾ അത് ചെയ്തില്ല. മാധ്യമങ്ങൾക്ക് ഒരു ചാർജ് ഷീറ്റും അദ്ദേഹം കൊടുത്തു. നിങ്ങളത് ഇതുവരെ പറയാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം അങ്ങനെ കുറച്ച് ന്യായങ്ങൾ പുറത്തു കൊണ്ടുവന്നു. കാര്യം ഞങ്ങളിത് പ്രതിരോധിക്കാൻ തയ്യാറായി എന്ന് മാത്രവുമല്ല, മുൻ സർക്കാരിനെ അദ്ദേഹം കൂട്ടി. വളരെ ചുരുക്കി ശ്രീ ജോൺ, ഇവിടെ ഈ പുതിയ ആരോപണങ്ങളൊക്കെ തന്നെ സോളാർ കമ്മീഷന്റെ അതേ തലത്തിൽ തന്നെ പോകട്ടെ എന്നാണോ വേണ്ടത്? നിഷ്പക്ഷമായി ഒരു മാധ്യമപ്രവർത്തന്റെ കണ്ണിലൂടെ നോക്കിയാൽ പുതിയ വെളിപ്പെടുത്തലുകൾക്കും ആരോപണങ്ങൾക്കും ഒക്കെ തന്നെ പുതിയ തലത്തിലുള്ള പ്രസക്തിയുണ്ടോ? തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട്, അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കാരണം ഇത് പറഞ്ഞിട്ടുള്ളത് അത് അദ്ദേഹത്തിനെ ചോർത്തിയെടുത്തതായാലും നേരിട്ട് പറയുന്നത് എന്തു തന്നെയാണെങ്കിലും ഇത് പറഞ്ഞിട്ടുള്ളത് ഞാനോ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണനോ അല്ലെങ്കിൽ മറ്റൊരു നേതാവോ അല്ല. സരിതയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന, വിഷയങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുള്ള അവരുടെ അഭിഭാഷകൻ തന്നെയാണ് എന്നുള്ളതാണ് അതിന് പ്രാധാന്യം. വളരെ നന്ദി ശ്രീരാമകൃഷ്ണൻ. ഒപ്പം തന്നെ ജോൺ, ഒപ്പം ഡി സുഗതൻ. വളരെ സുപ്രധാനമായ വെളിപ്പെടുത്തൽ ഫെനി ബാലകൃഷ്ണന്റെ ഒപ്പം സരിതയുടെയും വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കാര്യങ്ങളെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നതും പ്രതിപക്ഷത്തിന്റെ അടക്കം കോടിയേരി ബാലകൃഷ്ണന്റെ അടക്കം പ്രതികരണങ്ങൾ വന്നത്. ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.